ഹാനിനെ പ്രിൻസസിന്റെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയ വിവരം ഷെന്തു പറഞ്ഞതനുസരിച്ച് അവന്റെ അസിസ്റ്റന്റ് അപ്പോൾ തന്നെ ബാവു ഹുവാനെ അറിയിക്കുന്നതിനാൽ ഹാനിനെയും കൊണ്ട് പ്രിൻസസിന്റെ ആൾക്കാർ പ്രിൻസസിന്റെ കൊട്ടാരത്തിന് മുന്നിൽ എത്തിയപ്പോഴേക്കും ബാവു ഹുവാനും അവിടെ എത്താൻ കഴിയുന്നു. വെറുതെ ഒരാളെ ഇങ്ങനെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ബാവു ഹുവാൻ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴേക്കും പ്രിൻസസ് അകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവനെ അങ്ങോട്ടേക്ക് ബലമായി കൊണ്ടുവന്നതല്ല, അവൻ വിരുന്നുകാരനായിട്ട് വന്നതാണ് എന്ന് പ്രിൻസസ് പറയുന്നു. പക്ഷെ അവന്റെ നിൽപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് ബാവു ഹുവാൻ പറയുന്നുണ്ട്. അവൻ എന്തിനാണ് ഇക്കാര്യത്തിൽ വെറുതെ ഇടപെടുന്നത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് പ്രിൻസസ് അവർ ചേട്ടനും അനിയനുമാണ് എന്ന് അറിയാമായിരുന്നിട്ടും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇതുവഴി പോയപ്പോൾ മാഡം ഷെൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വിവരം അറിയുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നേ ഉള്ളൂ എന്ന് ബാവു ഹുവാൻ പറയുന്നു. യാൻഷിങ്ങിന്റെ വണ്ടി കുറച്ചപ്പുറത്ത് കിടക്കുന്നത് പ്രിൻസസ് കാണുകയും ചെയ്യുന്നുണ്ട്. ഹാനിനെ വിട്ടയക്കണമെന്ന് ബാവു ഹുവാൻ വീണ്ടും വീണ്ടും പറയുന്നതിനാൽ പ്രിൻസസിന് അവനെ അവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ തൽക്കാലം അവർ അവനെ വിട്ടയക്കുന്നു. ഹാൻ ചേട്ടനോടൊന്ന് യാത്ര പോലും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് വേഗം പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ബാവു ഹുവാനും അവിടെ നിന്ന് പോകുന്നു. യാൻഷിങ്ങിന്റെയും ഷെന്തുവിന്റെയും വണ്ടി അപ്പോഴും അവിടെ കിടക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നിനക്ക് ഞാൻ മുമ്പ് തന്നെ വാണിംഗ് തന്നിരുന്നതാണ്. ഇനിയും അതനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിനക്കിതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് പ്രിൻസസ് യാൻഷിങ്ങിനോടെന്ന രീതിയിൽ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയത്താണ് ഷെന്തുവിന്റെ അസിസ്റ്റന്റ് അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ജിങ്ഷു വർഷപ്പിനടുത്ത് നിന്ന് ഇയാമ്പാറ്റയുടെ ഷേപ്പിലുള്ള കുറച്ച് ജെയ്ഡുകൾ കിട്ടിയിട്ടുള്ളതായി റിപ്പോർട്ട് കിട്ടിയിരിക്കുന്ന വിവരം അറിയിച്ചത്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകുന്നു. അവർ ചെല്ലുമ്പോൾ അവിടെ കുറെ ആളുകൾ കൂടിയിരിപ്പുണ്ട്. ജിങ്ഷു വർഷപ്പ് മുമ്പ് നടത്തിയിരുന്ന ആൾ കൊല്ലപ്പെട്ടിരുന്നതാണ്. അയാൾ പക്ഷെ തിരിച്ച് വന്നിരിക്കുന്നതായി അവിടെയുള്ള ആരൊക്കെയോ കണ്ടതായിട്ടാണ് ആ ആളുകൾ പറയുന്നത്. മരിച്ചുപോയ ആളിന്റെ പ്രേതമായിരിക്കണം അവിടെ വന്നത്. അവിടെ മൊത്തത്തിൽ പ്രേതബാധ ഉണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന വീട്ടിനുള്ളിൽ നിന്നും ഈയാമ്പാറ്റയുടെ കനൽ പോലെ ഒരു രൂപം പുറത്തു നിന്ന് കാണാനും പറ്റുന്നുണ്ടായിരുന്നു. ഷെന്തു തന്റെ വാളെടുത്ത് അങ്ങോട്ടേക്ക് എറിയുന്നു. ആ സമയത്ത് അത് അപ്രത്യക്ഷമാവുന്നു. എല്ലാവരും പറയുന്നത് പോലെ ഇത് ശരിക്കും പ്രേതത്തിന്റെ പണിയായിരിക്കുമോ എന്ന് അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ ഷൂ അവരോട് ചോദിക്കുന്നു. ഇങ്ങനെ പ്രേതങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതാരോ മനഃപൂർവ്വം ഒപ്പിക്കുന്ന പണിയാണ് എന്ന് ഷെന്തു പറയുന്നു. ഇവിടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയേക്കുമെന്ന് യാൻഷിങ്ങും പറയുന്നുണ്ട്. ഈ സമയത്താണ് അവിടെ അടുത്ത് നിന്ന് ഒരു ജെയ്ഡ് കിട്ടിയതായി ആരോ വിളിച്ചു പറയുന്നത്. അങ്ങനെ യാൻഷിങ്ങും ചുറ്റുപാടും നിരീക്ഷിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് അവിടെ വീണ് കിടന്നിരുന്ന ഒരു വെളുത്ത പൊടി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് രാത്രി വീട്ടിലെത്തിയ ശേഷം ആ കേസിനെ പറ്റി അവൾ ഷെന്തുവിനോട് സംസാരിക്കുന്നുണ്ട്. ഈ കേസിന് പിന്നിൽ പ്രധാനപ്പെട്ട ഏതോ 2 വ്യക്തികളുണ്ട് എന്നാണ് എൻ്റെ സംശയം. അതിൽ ഒരാൾ ഈ കേസ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റേയാൾ ഈ കേസ് എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കി വീണ്ടും അന്വേഷിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഇപ്പോൾ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് യാൻഷിങ് തൻ്റെ അഭിപ്രായം പറയുന്നു. ഷെന്തുവിന് ഇതുവരെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. അവൾ പറയുന്നതിനെ പറ്റി അവൻ ഇപ്പോൾ കൂടുതൽ ആലോചിക്കുന്നതുമില്ല. അവൻ ഒരേ ഒരു കാര്യമാണ് അവളോട് ആവശ്യപ്പെട്ടത്. തൽക്കാലം അവൾ ഈ കേസിനെ പറ്റിയുള്ള അന്വേഷണം മതിയാക്കുക. ഇനി ഇതുമായി മുന്നോട്ട് പോകുന്നത് അവൾക്ക് അപകടം വരുത്തിവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ഈ കേസിനെ പറ്റി അന്വേഷിക്കേണ്ട എന്ന് അവൻ അവളോട് പറയുന്നു. എൻ്റെ കാര്യത്തിൽ ശരിക്കും കെയർ ചെയ്യുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിത് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് അവൾ പറയുന്നു. അവളുടെ കാര്യത്തിൽ കെയർ ചെയ്യുന്നത് കൊണ്ടൊന്നുമല്ല, അവൾ തൻ്റെ ഭാര്യ ആയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പത്തിൽ പോയി ചാടിയാൽ അത് തനിക്കും പ്രശ്നമുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് അവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. അത് സത്യമല്ലെന്ന് എനിക്കറിയാം. നീ ശരിക്കും എൻ്റെ കാര്യത്തിൽ കെയർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഈ കേസിനെ പറ്റി ഇനി അന്വേഷിക്കേണ്ട എന്ന് അവൻ അവളോട് പറയുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം രാവിലെ അവൻ ഉണരുന്നതിന് മുമ്പ് തന്നെ യാൻഷിങ് എഴുന്നേറ്റ് റെഡിയായി അതിനെപ്പറ്റി അന്വേഷിക്കാനായി പുറപ്പെടുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കാര്യസ്ഥൻ അവൾക്കെതിരെ വരുന്നുണ്ട്. അദ്ദേഹം എന്തോ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഷെന്തു ശബ്ദം കേട്ട് ഉണർന്നാലോ എന്ന് പേടിച്ച് അദ്ദേഹത്തോട് ശബ്ദമുണ്ടാക്കരുത് എന്ന് ആംഗ്യം കാണിച്ചിട്ട് അവൾ ചുച്ചുവിനൊപ്പം കുറച്ച് വടക്ക് ഭാഗത്തായിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് തുണി സെലക്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് കള്ളം പറയുന്നു. അദ്ദേഹത്തെ ഒരു തരത്തിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അസിസ്റ്റന്റ് അവൾ എവിടെ പോവുകയാണെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാര്യസ്ഥനോട് പറഞ്ഞ അതേ കള്ളം തന്നെ അവൾ അവനോടും പറയുന്നു. ഈ ഒരു കള്ളം അവൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിരുന്നതായതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഒരക്ഷരം പോലും തെറ്റാതെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അത് കഴിഞ്ഞ് അവൾ വീണ്ടും മുന്നോട്ട് പോയപ്പോഴേക്കും അവൾക്കെതിരായി യുൻഷിയെ വരുന്നു. അവൾ ഇങ്ങോട്ടെന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ യാൻഷിങ് മറ്റു 2 പേരോടും പറഞ്ഞ അതേ കള്ളം തന്നെ അവളോടും പറയുന്നു. ഞാൻ അതിന് അങ്ങോട്ടൊന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ ചീഫിന് ഈ സ്നാക്സ് കൊടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് യുൻഷിയെ തന്റെ കയ്യിലുണ്ടായിരുന്ന പലഹാരം അവളെ കാണിക്കുന്നു. യാൻഷിങ് ഇങ്ങനെ അവളോടും കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഒരക്ഷരം പോലും തെറ്റാതെ താനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയാണല്ലോ ഷെൻ ഷോജിയുടെ വീട്ടിലുള്ള കാര്യസ്ഥൻ മുമ്പ് ചോദ്യം ചെയ്യലുകൾക്ക് മറുപടി നൽകിയത് എന്ന ചിന്ത അവളുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ കള്ളം പറഞ്ഞതായിരിക്കാം എന്നൊരു തോന്നൽ അവൾക്കുണ്ടാവുന്നു. അപ്പോൾ തന്നെ അവൾ അങ്ങോട്ടേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. ഷെന്തു അപ്പോഴേക്കും എഴുന്നേറ്റ് വരുന്നതിനാൽ അവൾ പോകുന്നത് കാണുന്നുണ്ട്. അവളോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലാവുന്നു. അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അവൾക്ക് എസ്കോർട്ട് പോകാൻ അവൻ ഓർഡർ നൽകുന്നുണ്ട്.
ഷെൻഷോജിയുടെ വീട്ടിലെ കാര്യസ്ഥൻ പറഞ്ഞത് കള്ളമാണ് എന്ന തോന്നലുണ്ടായതിനാൽ അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യാൻഷിൻ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവൾക്ക് അയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. വീടിനുള്ളിലെല്ലാം കയറി തിരിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ഷൗജയെ മാത്രമാണ് അവൾക്ക് കാണാൻ സാധിച്ചത്. അയാളാണെങ്കിൽ സ്വബോധമില്ലാത്തതുപോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ അയാളുടെ അടുത്ത് നിന്ന് കാര്യസ്ഥൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പേടിച്ചതുപോലെ അയാൾ മുന്നിലുണ്ടായിരുന്ന ഒരു പെട്ടി തട്ടി അവളുടെ മുഖത്തേക്ക് എറിയുന്നു. അതിലുണ്ടായിരുന്ന ഒരു പൊടി അവളുടെ മുഖത്തൊക്കെ വീഴുന്നുണ്ട്. അത് തൽക്കാലത്തേക്ക് അവളുടെ കാഴ്ചയെ മറയ്ക്കുന്നു. പിന്നീട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ വാതിലിന് പുറത്തായി അവിടുത്തെ കാര്യസ്ഥൻ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. പുറത്ത് നിൽക്കുന്ന ആളുടെ മുഖം അവൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. അയാളുടെ രൂപം അവിടെ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നതേ ഉള്ളൂ. അയാളാണ് അത് എന്ന് മനസ്സിലായപ്പോൾ അവൾ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അയാൾ ഒന്നിനും മറുപടി നൽകാതെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അവളും ഫോളോ ചെയ്ത് പുറത്തേക്ക് ചെല്ലുന്നു. വീടിന് പുറത്തെത്തിയപ്പോഴേക്കും അയാൾ ഒരു കുതിരപ്പുറത്ത് കയറി അവിടെ നിന്ന് പോയിരുന്നു. മറ്റൊരു കുതിരയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ യാൻഷിങ് അതിൻ്റെ പുറത്ത് കയറി അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഷെന്തു പറഞ്ഞയച്ചിട്ട് അവൻ്റെ അസിസ്റ്റന്റ് അവിടെ എത്തിയിരുന്നു. യാൻഷിങ് ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി പോകുന്നത് കണ്ട് അവൻ അവളെ പുറകെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ നിൽക്കാതെ അവൻ വിളിക്കുന്നത് കേൾക്കാത്തതുപോലെ മുന്നോട്ട് പോവുകയാണ്. അസിസ്റ്റന്റും അവൾക്ക് പിന്നാലെ പോകുന്നു. അടുത്തുള്ള ഒരു കാട്ടിലേക്കാണ് അവർ പോയത്. മുന്നേ പോകുന്ന ആളുടെ കുതിരയെ ഫോളോ ചെയ്ത് യാൻഷിങ് സ്വബോധമില്ലാത്തതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ദൂരം ചെന്നപ്പോൾ വഴി തെറ്റിയതുപോലെ യാൻഷിങ് നിൽക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ കുറെ മുന്നിലായി അവൾ ഫോളോ ചെയ്ത് വന്ന ആൾ കുതിരപ്പുറത്ത് അവളെ വെയിറ്റ് ചെയ്തതുപോലെ നിൽക്കുന്നത് കണ്ട് അവൾ വീണ്ടും അയാൾക്ക് പുറകെ പോകുന്നു. ഷെന്തുവിന്റെ അസിസ്റ്റന്റ് കുറച്ച് വൈകിയാണ് അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോഴേക്കും അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ എങ്ങോട്ടാണ് പോയതെന്നറിയാതെ അവനാകെ കൺഫ്യൂഷനായി തിരികെ പോകുന്നുണ്ട്. കുറച്ച് ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ് യാൻഷിങ് എത്തിപ്പെട്ടത്. മുന്നേ പോയ ആൾ വന്ന കുതിര അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവളും അവിടെ ഇറങ്ങുന്നു. ആ ക്ഷേത്രത്തിന്റെ പേര് കണ്ടപ്പോൾ മുമ്പ് എവിടെയോ അത് കേട്ടിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ടെങ്കിലും എവിടെയാണ് എന്ന് അവൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും അവൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നു. അവിടെ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഇരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ പുറകുവശം മാത്രമാണ് അവൾക്ക് കാണാൻ പറ്റുന്നത്. യാൻഷിങ് അങ്ങോട്ടേക്ക് ചെന്ന് ഇവിടേക്ക് ഒരാൾ വരുന്നത് കണ്ടിരുന്നു എന്ന് അവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവർ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ തൊടുന്നുണ്ട്. ആ സമയത്ത് തന്നെ പുറകിലൂടെ വന്ന ആരോ അവളുടെ കഴുത്തിൽ ഒരു തുണി ചുറ്റി അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. മുന്നിൽ നിന്ന് ആ സ്ത്രീ മറിഞ്ഞ് താഴേക്ക് വീഴുന്നുമുണ്ട്. പക്ഷെ താഴെ വീണ ആ രൂപം നേരത്തെ അവൾ ഫോളോ ചെയ്ത് വന്ന ആളിൻ്റെതായിരുന്നു. അയാളിപ്പോൾ മരിച്ചതുപോലെ അനങ്ങാതെ കിടക്കുകയാണ്. യാൻഷിങ്ങിന്റെ കഴുത്തിന് തുണി ചുറ്റിയ ആൾ ഈ സമയം അവളെ കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു. ശ്വാസം കിട്ടാതെ അവൾ വല്ലാതെ പിടയുന്നുണ്ട്. കുറച്ച് സമയം അങ്ങനെ അവളെ ബുദ്ധിമുട്ടിച്ച ശേഷം അയാൾ പിടിവിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ യാൻഷിങ് അയാൾക്ക് പുറകെ പോവാതെ അവിടെ വീണ് കിടപ്പുണ്ടായിരുന്ന ആളുടെ അടുത്തേക്കാണ് ചെന്നത്. ആ സമയത്ത് അയാൾ ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ട് മരിച്ചുപോയവർ തിരികെ ജീവിതത്തിലേക്ക് വരും എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ വീണ് മരിക്കുന്നു. യാൻഷിങ് അയാളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു സ്ത്രീ അവിടേക്ക് വന്നിട്ട് അവളെ വിളിച്ചത്. അവൾ മുന്നിൽ കിടക്കുന്ന ആളിനെ കൊന്നുവെന്ന് ആ സ്ത്രീ ആരോപിക്കുന്നു. ഞാൻ അയാളെ കൊന്നിട്ടില്ല എന്ന് യാൻഷിങ് പറയുന്നുണ്ടെങ്കിലും നീ അയാളെ കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, വെറുതെ എതിർക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ കുറെ കാവൽക്കാരെ അങ്ങോട്ടേക്ക് വിളിച്ച് അവളെ അറസ്റ്റ് ചെയ്യിക്കുന്നു. വഴിതെറ്റി ഇടയ്ക്ക് കുറച്ച് ചുറ്റിപ്പോയ ഷെന്തുവിൻ്റെ അസിസ്റ്റന്റ് അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. അവിടെ നിൽക്കുന്ന ആ സ്ത്രീയെ അവൻ തിരിച്ചറിയുന്നുണ്ട്. പ്രിൻസസ് റൂനിങ് ആയിരുന്നു അത്. അവരെ കണ്ട് അവൻ ബഹുമാനം കാണിക്കുന്നു. കൊലപാതക കുറ്റം ആരോപിച്ചാണല്ലോ ഇപ്പോൾ പ്രിൻസസ് യാൻഷിങ്ങിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഷെന്തുവിൻ്റെ അസിസ്റ്റന്റിനും അവളെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ യാൻഷിങ് തടവിലാവുന്നുണ്ട്. മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിലെ ജയിലിൽ തന്നെയാണ് അവളെ കൊണ്ടുവന്നാക്കിയത്. ജിങ്ഷു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട കേസിന് കാരണക്കാരിയായ പ്രിൻസസ് റൂനിങ് ആ ക്ഷേത്രത്തിൽ ആയിരുന്നു താമസിച്ചിരുന്നത് എന്നുള്ള കാര്യം യാൻഷിങ് മറന്നുപോയിരുന്നു. വെറുതെയല്ല ക്ഷേത്രത്തിന്റെ പേര് കണ്ടപ്പോൾ എവിടെയോ കേട്ട് പരിചയം തോന്നിയതെന്ന് ഇപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ ഷൂവിനും മറ്റുമാണല്ലോ ആ തടവറയുടെ കാവൽ. അതുകൊണ്ട് അദ്ദേഹം അവൾക്കുള്ള ഫുഡുമായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്, അറിഞ്ഞുകൊണ്ട് ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടിയതാണ് എന്നൊക്കെ പറഞ്ഞ് യാൻഷിങ് സ്വയം കുറ്റപ്പെടുത്തുന്നു. ഈ സമയത്താണ് അവൾ സ്വന്തം കയ്യിൽ പറ്റിയിരിക്കുന്ന വെളുത്ത പൊടി കാണുന്നത്. അത് പരിശോധിച്ചപ്പോൾ ജിങ്ഷു വർക്ക്ഷോപ്പിൽ വെച്ച് കണ്ട അതേ പൊടി തന്നെയാണോ എന്ന് അവൾക്ക് സംശയം തോന്നുന്നു. അതിനെപ്പറ്റി അവൾ ഇൻസ്പെക്ടർ ഷൂവിനോട് പറഞ്ഞിട്ട് ഒരു അന്വേഷണം നടത്താൻ പറയുന്നുണ്ട്. ഷെന്തു ഈ സമയം അസിസ്റ്റന്റ് പറഞ്ഞ് കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. യാൻഷിങ്ങിനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചുച്ചു ഈ സമയം വിവരമറിഞ്ഞ് അവളെ കാണാനായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പുറത്ത് കാവൽ നിൽപ്പുണ്ടായിരുന്നത് ജിയാങ് ആണ്. പക്ഷെ അവൻ അവളെ അകത്തേക്ക് വിടാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ആർക്കും അകത്തേക്ക് കയറാൻ പറ്റില്ല, അതിനുള്ള നിയമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ തടയുന്നു. ചുച്ചു പലതും പറഞ്ഞ് അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജിയാങ് അതിനനുവദിക്കുന്നില്ല. അപ്പോഴേക്കും ഇൻസ്പെക്ടർ ഷൂ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. യാൻഷിങ്ങിന് കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ചുച്ചുവിന് സമാധാനമാവുന്നത്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലൂഷി തൻ്റെ സൈനികരെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. യാൻഷിങ്ങിനെ ചോദ്യം ചെയ്യാനായി രാജ്ഞി പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിരുന്നു
അവൻ വന്നത്. ചുച്ചുവിനെ കണ്ടപ്പോൾ അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും മാസ്ക് വെച്ച ഹീറോ അവനാണ് എന്നുള്ള കാര്യം അവൾക്കറിയില്ലല്ലോ. ലുവോഷി ആയതുകൊണ്ട് അവൾ അവനോട് തീരെ താല്പര്യമില്ലാത്തതുപോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. യാൻഷിങ്ങിനെ ചോദ്യം ചെയ്യണമെന്ന് ലുവോഷി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇൻസ്പെക്ടർ ഷൂവും ചുച്ചുവും എല്ലാം കൂടി കുറച്ച് സമയം അവനെ തടഞ്ഞു നിർത്തുന്നു. പക്ഷേ അവരുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് തന്റെ സൈനികരോട് അകത്തേക്ക് കയറാൻ ലുവോഷി നിർദ്ദേശം നൽകുന്നുണ്ട്. അവർ അതിനായി തുടങ്ങുന്ന സമയത്താണ് ഷെൻഡു അങ്ങോട്ടേക്കെത്തി അവനെ തടഞ്ഞത്. യാൻഷിങ്ങിനെ ചോദ്യം ചെയ്യാൻ വിട്ടയക്കുന്നതിന്റെ പേരിൽ അവർ തമ്മിൽ തർക്കമുണ്ടാവുന്നുണ്ട്. പക്ഷേ ലുവോഷി ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും യാൻഷിങ്ങിനെ വിട്ടയക്കാൻ പറ്റില്ല. നാളെ നേരം വെളുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ഷെൻഡു തീർത്ത് പറയുന്നു. അങ്ങനെ ലുവോഷിക്ക് അവിടെ നിന്ന് തോൽവി സമ്മതിച്ച് മടങ്ങേണ്ടി വരുന്നുണ്ട്. പക്ഷേ അടുത്ത ദിവസം രാവിലെ വരെ മാത്രമേ ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാവുകയുള്ളൂ. രാവിലെ ഉറപ്പായിട്ടും അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് ലുവോഷി അവിടെ നിന്ന് പോയത്. ഷെൻഡു ആ രാത്രി തന്നെ മന്ത്രി വൂവിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് യാൻഷിങ്ങിന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൊല്ലപ്പെട്ട ആളുടെ ഡെഡ് ബോഡിയും അവിടെ ഉണ്ടായിരുന്നു. യാൻഷിങ് അയാളെ ഫോളോ ചെയ്ത് കാട്ടിലേക്ക് പോയി കൊന്നുവെന്നാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന കുറ്റം. ഷെൻഡു എല്ലാവരോടുമായി അയാളുടെ ഷൂ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് യാൻഷിങ്ങിന് പുറകെ പോയ അസിസ്റ്റന്റ് ഷൂ കൂടി എല്ലാവരെയും കാണിക്കുന്നു. അസിസ്റ്റന്റിന്റെ ഷൂവിൽ നിറയെ പൊടി പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കൊല്ലപ്പെട്ടയാളുടെ ഷൂ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ കാട്ടിനുള്ളിലൂടെ കുതിരപ്പുറത്ത് അത്ര സ്പീഡിൽ പാഞ്ഞു പോയപ്പോൾ എന്തായാലും അയാളുടെ കാലിലും ഷൂവിലുമൊക്കെ പൊടി പറ്റേണ്ടതാണ്. പക്ഷേ ഇതങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം യാൻഷിങ്ങിന് മുന്നേ പോയത് അയാളല്ല എന്നാണ്. പക്ഷെ അയാളുടെ ഡെഡ് ബോഡി എങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ എത്തിയത് എന്നതിന് അപ്പോഴും അവർക്ക് ഉത്തരം കിട്ടുന്നില്ല. ആ ഡെഡ് ബോഡിയിൽ നിന്ന് ഒരു പ്രത്യേകതരം മണം വരുന്നതായും ഷെൻഡു ശ്രദ്ധിക്കുന്നുണ്ട്. യാൻഷിങ് ആണ് ഇത് ചെയ്തത് എന്നതിന് ഇപ്പോൾ പറയത്തക്ക തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് നാളെ നേരം വെളുക്കുന്നത് വരെ അവളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് അവൾക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വന്നാൽ അതിന് മന്ത്രി വു സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞ് ഷെൻഡു അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഈ കേസിന് എന്തെങ്കിലും തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ആദ്യം അവർ പോയത് ഷെൻ ഷൗജയുടെ വീട്ടിലേക്കാണ്. അവിടെ ഒരു ആക്രമണം നടന്നതിൻ്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നു. പക്ഷെ പ്രത്യേകിച്ചൊന്നും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു മുറിയിലായി വലിയൊരു ബോക്സ് ഇരുന്നത് പോലെയുള്ള അടയാളം ഷെൻഡു ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഒരു ബെഡിൽ വിരിച്ചിരിക്കുന്ന ഷീറ്റ് കുറച്ച് ചുരുണ്ട് കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അത് മാറ്റി നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലായി കുറെ രക്തം കട്ട കെട്ടിയതുപോലെ കിടക്കുന്നത് അവൻ കാണുന്നു. അവിടെ വെച്ചായിരിക്കണം അയാളെ കൊന്നത് എന്ന് അവൻ ഊഹിക്കുന്നുണ്ട്. അപ്പോഴും അയാളുടെ ബോഡി എങ്ങനെയാണ് ആ ക്ഷേത്രത്തിലെത്തിയതെന്ന് സംശയം ബാക്കിയാവുന്നു. അപ്പോഴാണ് ആ ഹാളിനുള്ളിൽ ഒരു ബോക്സ് വെച്ചതുപോലെയുള്ള അടയാളം കണ്ടതിനെ പറ്റി ഷെൻഡു ചിന്തിക്കുന്നത്. അതിൽ തന്നെ ആയിരിക്കണം ആ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ടുണ്ടാവുക എന്ന് അവൻ ഊഹിക്കുന്നു. അടുത്ത ദിവസം തന്നെ ആ ക്ഷേത്രത്തിലേക്ക് അന്വേഷണത്തിനായി എത്തുന്നുണ്ട്. അതേസമയത്ത് തന്നെയാണ് അവൻ്റെ അസിസ്റ്റന്റ് പ്രിൻസ് ഷിയാനെ വാച്ച് ചെയ്യാൻ പോയിരുന്ന ആൾ കൊണ്ടുവന്ന ഡീറ്റെയിൽ റിപ്പോർട്ട് അവനെ കാണിക്കുന്നത്. അതനുസരിച്ച് തലേ ദിവസം ഷിയാൻ ആ ക്ഷേത്രത്തിലെത്തി പ്രിൻസസിനെ മീറ്റ് ചെയ്തതായി പറഞ്ഞിരുന്നു. താൻ സംശയിച്ചത് വെറുതെ ആയില്ല. പ്രിൻസസിനോട് നേരിട്ട് തന്നെ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെൻഡു അവരെ കാണാനായി പോയത്. അവർ ആദ്യമായിട്ടാണ് അവനെ നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് അവൻ ആദ്യമേ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നു. ആളെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൊട്ടാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ അവനെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായ ഒരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ കേൾക്കാൻ തയ്യാറാവുന്നു. അവന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്തത് താനായതുകൊണ്ട് അവളെ വിട്ടയക്കണമെന്ന് പറയാനാണോ അവൻ വന്നിരിക്കുന്നത്? ഒരു കൊലക്കുറ്റം ചെയ്ത് അവളെ അങ്ങനെ വിട്ടയക്കാൻ പറ്റില്ല എന്ന് പ്രിൻസസ് ആദ്യമേ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവളെ വിട്ടയക്കാൻ അപേക്ഷിക്കാൻ വന്നതല്ല, സത്യം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവരെന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ഷെൻഡു അവരോട് പറയുന്നു. ആദ്യമൊന്നും അവരത് സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോഴാണ് തലേ ദിവസം പ്രിൻസ് ഷിയാൻ അവരെ കാണാനായി അവിടെ വന്നതിനെ പറ്റി അവൻ പറയുന്നത്. ഇക്കാര്യം രാജ്ഞി അറിഞ്ഞാൽ അത് പ്രിൻസ് ഷിയാനും അവർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ അത് രാജ്ഞി അറിയിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തന്നോട് സത്യം പറയണം എന്ന രീതിയിൽ അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അത് ശരിക്കും ഏൽക്കുന്നുണ്ട്. അവസാനം അവർ സത്യം തുറന്നു പറയുന്നു. ഒരു ബോക്സ് കാവൽക്കാരെ കൊണ്ട് അവർ അവിടെ എത്തിക്കുന്നുണ്ട്. അത് തുറന്നപ്പോൾ അതിനുള്ളിൽ രക്തക്കറ ഷെൻഡുവിന് കാണാൻ സാധിക്കുന്നു. നിന്റെ ഭാര്യ അയാളെ കൊല്ലുന്നത് ശരിക്കും ഞാൻ കണ്ടിരുന്നില്ല. ഇവിടുത്തെ പ്രശ്നം അറിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും നിന്റെ ഭാര്യയും ആ ബോഡിയും മാത്രമാണ് ഞാൻ ഇവിടെ കണ്ടത്. അതുകൊണ്ടാണ് അവളായിരിക്കും കൊന്നത് എന്ന് ഞാൻ കരുതിയത്. പിന്നീട് പ്രിൻസ് ഷിയാൻ കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിലാണ് ഈ പെട്ടി ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അതിനു മുമ്പ് അതവിടെ ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാണ് അവിടെ എത്തിയതെന്നും എനിക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പ്രിൻസ് ഷിയാൻ എന്നെ കാണാൻ വന്ന വിവരം മറ്റാരും അറിയാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഒളിപ്പിച്ചു വെച്ചത് എന്ന് അവർ പറയുന്നു. സത്യം തുറന്നു പറഞ്ഞതിന് ഷെൻഡു അവർക്ക് നന്ദി പറയുന്നു. ജിങ്ഷു വർഷപ്പുമായി ബന്ധപ്പെട്ട കേസ്
ഉൾപ്പെട്ടാണല്ലോ അവർക്ക് ഇവിടെ വന്ന് താമസിക്കേണ്ടി വന്നത്. ആ കേസിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ തന്നാൽ കഴിയുന്നത് പോലെ ശ്രമിക്കും എന്ന് ഷെന്തു അവർക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ കേസ് തെളിഞ്ഞാലും ഇല്ലെങ്കിലും എന്നെ അത് ബാധിക്കില്ല. മരിക്കേണ്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞു, എന്തായാലും അവർ ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും കേസ് അവൻ തെളിയിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ അവർ അതിന് അവനോട് നന്ദി പറയുന്നുണ്ട്. ഷെന്തു ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നതിനാൽ താടവറയിലേക്ക് എത്താൻ താമസിക്കുന്നുണ്ട്. ലൂവോഷി രാവിലെ തന്നെ അവിടെ എത്തി യാൻഷിങ്ങിനെ ചോദ്യം ചെയ്യാനായി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ രാജ്ഞി ചോദ്യം ചെയ്യലിനായി പറഞ്ഞിരിക്കുന്ന സമയം ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് അവളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ഷൂവും ബാക്കിയുള്ളവരും കൂടി അവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കുറേ സമയമൊക്കെ അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷെന്തു ഇതുവരെ എത്താത്തതിനാൽ അവൻ അക്ഷമയോടെ ചാടി എഴുന്നേറ്റിട്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. തടയാൻ ശ്രമിച്ച ഷൂവിന് നേരെ വാൾ ഉയർത്തിക്കൊണ്ട് അവനെ കൊല്ലാനും തുടങ്ങുന്നുണ്ട്. ഈ സമയത്താണ് ഷെന്തു അങ്ങോട്ടേക്ക് എത്തിയത്. അങ്ങനെ ലുവോഷി തൽക്കാലം പിന്മാറുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇമ്പീരിയൽ ഗാർഡ്സിന് കൈമാറുന്ന രാജ്ഞിയുടെ ഉത്തരവുമായിട്ടായിരുന്നു ഷെന്തു അവിടേക്ക് വന്നത്. അതുകൊണ്ട് ലുവോഷിക്ക് അതനുസരിക്കേണ്ടി വരുന്നു. അങ്ങനെ യാൻഷിങ്ങിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ തന്നെ അവൻ അവിടെ നിന്ന് പോവേണ്ടി വരുന്നുണ്ട്. യാൻഷിങ്ങിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഷെന്തുവിന് കഴിയുന്നതിനാൽ അവളെ അന്ന് വിട്ടയക്കുന്നുണ്ട്. അവൾ പുറത്തു വരുന്നതും വെയിറ്റ് ചെയ്തുകൊണ്ട് ചുച്ചു അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ ഓടി അടുത്തേക്ക് ചെന്ന് ചുച്ചു തന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഷെന്തു പ്രിൻസസ് റൂണിങ്ങിനെ പോയി കണ്ട് സത്യമെല്ലാം തെളിയിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അവൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്നുള്ള വിവരവും ചുച്ചു അവളോട് പറയുന്നു. ആ കൊല്ലപ്പെട്ട ആളിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ഉപയോഗിച്ച ബോക്സാണ് തെളിവായി കണ്ടെത്തിയതെന്ന് ചുച്ചു പറഞ്ഞപ്പോൾ യാൻഷിങ്ങിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അയാൾ കുതിരപ്പുറത്ത് പോകുന്നത് അവൾ നേരിട്ട് കണ്ടതാണല്ലോ. പിന്നെ എങ്ങനെയാണ് അത് കണ്ടത് എന്ന സംശയം അവൾക്കുണ്ടാവുന്നു. അതേപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട കാര്യസ്ഥനാണ് ഷെൻഷോജിയുടെ വൈഫിനെ കൊന്നത് എന്നുള്ള വിവരവും ചുച്ചു അവളെ അറിയിക്കുന്നുണ്ട്. ഷൗജയ്ക്ക് മാനസിക നില തെറ്റിയ ശേഷം ആ കാര്യസ്ഥൻ ആ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള പലതും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഭാര്യ അത് കൈയോടെ പൊക്കി. അങ്ങനെ അയാൾ മറ്റാരുമായോ ചേർന്ന് അവരെ കൊലപ്പെടുത്തിയതാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് ചുച്ചു അവളെ അറിയിക്കുന്നു. ഈ സമയത്താണ് ഷെന്തു അങ്ങോട്ടേക്ക് വന്നത്. യാൻഷിങ് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചെത്തിയതിന്റെ സമാധാനത്തോടെയും വെപ്രാളത്തോടെയും ഒക്കെയാണ് ഷെന്തു അവളുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ അവൾ തിരിച്ച് അതേപോലെ ഒന്നുമല്ല പ്രതികരിച്ചത്. അവൻ ഇനി അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണോ എന്ന് ചുച്ചു അവരോട് ചോദിച്ചപ്പോൾ, ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവാനോ? എനിക്ക് ഈ കേസിനെ പറ്റി ബാക്കി അന്വേഷിക്കണ്ടേ? എൻ്റെ പേരിൽ വന്നിരിക്കുന്ന ഈ കുറ്റം തെളിയിക്കണ്ടേ? അല്ലാതെ ഞാനിപ്പോൾ വീട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് യാൻഷിങ് ചോദിക്കുന്നുണ്ട്. ഇനിയും അവൾ കേസ് അന്വേഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഷെന്തു ദേഷ്യപ്പെട്ട് അവളെ അവിടെ നിന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷേ യാൻഷിങ് അതിന് സമ്മതിക്കുന്നില്ല. കൊല്ലപ്പെട്ട ആളുടെ ഡെഡ് ബോഡി മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കണമെന്ന് യാൻഷിങ് പറയുന്നുണ്ടെങ്കിലും അവൻ അപ്പോഴും എതിർക്കുന്നു. ഈ കേസുമായി കൊട്ടാരത്തിലുള്ളവർക്ക് എന്തെങ്കിലും ബന്ധം കാണുമെന്ന് പേടിച്ചിട്ടാണോ അവൻ ഇത്രയധികം എതിർക്കുന്നത്? അല്ലെങ്കിലും നിനക്ക് പണ്ട് മുതലേ അധികാരത്തിലിരിക്കുന്നവരെ വല്ലാതെ പേടിയാണല്ലോ. നിന്റെ കരിയർ നശിച്ചു പോകുമോ എന്ന പേടിയുള്ളതുകൊണ്ടാണോ നിനക്ക് എൻ്റെ ഒപ്പം നിൽക്കാൻ ഇത്ര മടി? എന്തായാലും എനിക്ക് അങ്ങനെ ഒരു പേടിയുമില്ല. ഇനി എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നും പേടിയുണ്ടെങ്കിൽ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്. അതാവുമ്പോൾ നിന്റെ അച്ഛന് വേണ്ടി എഴുതിയതുപോലെ കൺഫെഷൻ ലെറ്റർ ഒന്നും നിനക്ക് എഴുതേണ്ടി വരില്ലല്ലോ എന്നൊക്കെ അവൾ ദേഷ്യത്തിൽ പറയുന്നു. ഇത് ഷെന്തുവിനെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ചുച്ചുവും അവളോട് മതിയാക്കാൻ ഉറക്കെ പറയുന്നുണ്ട്. ഷെന്തു അവന്റെ അച്ഛനെ ചതിച്ചു എന്ന രീതിയിലാണല്ലോ അവളിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഷെന്തു പിന്നീട് അവളെ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. ചുച്ചു യാൻഷിങ്ങിന്റെ അടുത്തേക്ക് എന്ന് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞു പോയതിൽ യാൻഷിങ്ങിനും കുറ്റബോധമുണ്ട്. പക്ഷെ ക്ഷമ പറയാൻ പോകാനൊന്നും അവൾ തയ്യാറായിരുന്നില്ല. കേസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനായി അവൾ ഡെഡ് ബോഡി ഉള്ള ഭാഗത്തേക്ക് പോകുന്നു. ഡെഡ് ബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്പെക്ടർ ഷൂവും ജിയാങ്ങും ചുച്ചുവും എല്ലാം അവൾക്കൊപ്പമുണ്ട്. ഷെന്തുവും ആ ബോഡി പരിശോധിച്ചിരുന്ന കാര്യവും അവനും മനസ്സിലായ കാര്യങ്ങളുമൊക്കെ ഇൻസ്പെക്ടർ ഷൂ അവളോട് പറയുന്നു. കാര്യങ്ങളൊക്കെ അവളും ശ്രദ്ധിക്കുന്നുണ്ട്. മാഡം ടാങ് ഡെഡ് ബോഡികൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന അതേ സാധനം തന്നെ ഈ ബോഡിയിലും ഉപയോഗിച്ചിട്ടുള്ളതായി അവൾക്ക് സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ കുതിരപ്പുറത്ത് താൻ ഫോളോ ചെയ്തു പോയത് ആരെയാണ് എന്നുള്ള സംശയവും അവൾക്കുണ്ടാവുന്നു. അത് വെറും ഇല്യൂഷൻ ആയിരിക്കുമോ, അതോ എല്ലാവരും പറയുന്നത് പോലെ മരിച്ചുപോയവർക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ അവൾ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കണമെന്ന് അവൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ഷെന്തുമായി വഴക്കിട്ടത് കാരണം അവളിന്ന് രാത്രി വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചുച്ചു അവളോട് ചോദിക്കുന്നു. രാത്രി വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിന്റെ വീട്ടിലേക്ക് പോയാൽ നിന്റെ അമ്മ വിഷമിക്കാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് ചുച്ചു പറഞ്ഞപ്പോൾ, എന്റെ വീട്ടിലേക്കുമല്ല പോകുന്നത്, മറ്റൊരു സ്ഥലത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് യാൻഷിങ് പറയുന്നു. അവൾ പോയത് മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിലെ ഫയലുകളൊക്കെ സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ രാത്രി ഒരാൾ ഡ്യൂട്ടിക്കായി ഉണ്ടായിരുന്നു. അയാൾക്ക് അവളെ അറിയാം, അവൾക്കും അയാളെ പരിചയമുണ്ട്. മാസ്റ്റർ ജി എന്നാണ് അവൾ അയാളെ വിളിക്കുന്നത്. ജിങ്ഷു വർഷവുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അവൾ അയാളോട് ചോദിക്കുന്നു. അതിരിക്കുന്ന സ്ഥലം അയാൾ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തീ നന്നായി ശ്രദ്ധിക്കണമെന്ന് അവൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് അയാൾ പുറത്തേക്ക് പോകുന്നു. അവിടെ എത്തിയ സമയത്ത് യാൻഷിങ്ങിന് ഒരു പ്രത്യേക മണം ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ മുമ്പ് എവിടെയോ അത് അനുഭവപ്പെട്ടിട്ടുള്ളത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ അവൾ ആ ഫയലുകൾ തിരയാൻ തുടങ്ങുന്നു. ഷെന്തു ഈ സമയം വീട്ടിലെത്തി ഉറങ്ങാൻ കിടന്നെങ്കിലും യാൻഷിങ് അന്ന് പറഞ്ഞത് അവന്റെ മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല. തന്റെ അച്ഛന്റെ കാര്യത്തിൽ അവൾ കൂടി തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞത് അവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. സത്യത്തിൽ
അല്ലെങ്കിൽ അവൻ്റെ കുട്ടിക്കാലത്ത് അവൻ്റെ അമ്മ ഒരുപാട് ഫോഴ്സ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവൻ അന്ന് അങ്ങനെ ഒരു കൺഫെഷൻ നടത്തിയത്. അമ്മ പലതവണ അങ്ങനെ ഒരു കത്ത് എഴുതുന്നതിനെ പറ്റി അവനോട് പറഞ്ഞിരുന്നെങ്കിലും അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ അതിന് തയ്യാറായിരുന്നില്ല. മാത്രമല്ല അച്ഛൻ ഒരിക്കലും അങ്ങനെ ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്യില്ല എന്ന് അവൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൻ എപ്പോഴും അമ്മ പറഞ്ഞതിനെ എതിർക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ഇങ്ങനെ അവൻ എതിർത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവന് ഒരിക്കലും എങ്ങും എത്തിപ്പെടാൻ സാധിക്കുകയില്ല. തൽക്കാലം നമ്മുടെ കുടുംബവുമായുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ച് ഒരു ലൈൻ വരച്ചാൽ മാത്രമേ നിനക്ക് നിന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അവനെ കുറെ വഴക്ക് പറയുന്നു. അവന് നല്ലൊരു ജീവിതം ഉണ്ടായാൽ മാത്രമേ അവൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ എന്നും അവർ പറയുന്നുണ്ട്. അന്ന് ഇങ്ങനെ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവരുടെ അസുഖം കൂടി അമ്മ മരിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്ന രീതിയിൽ കൂടിയായിരുന്നു അവൻ അങ്ങനെ ഒരു കത്ത് എഴുതാൻ തയ്യാറായത്. അങ്ങനെ ഒരു കത്തെഴുതി അവൻ്റെ ജീവിതം സേഫാക്കി നല്ലൊരു കരിയർ ഉണ്ടായാലും അവൻ്റെ അച്ഛന് നേരെയുണ്ടായ ഈ അപവാദ പ്രചരണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിച്ച് അവൻ്റെ കുടുംബത്തിൻ്റെ പേര് വീണ്ടെടുക്കണം എന്ന് ഒരാഗ്രഹം കൂടി അമ്മ അവനെ ഏൽപ്പിച്ചിരുന്നു. അതിനായിട്ടുള്ള അവൻ്റെ യാത്ര എത്ര അപകടം പിടിച്ചതാണെങ്കിലും അവൻ അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കണമെന്ന് കൂടി അമ്മ പറഞ്ഞിരുന്നു. അതൊക്കെ ഓർത്തുകൊണ്ട് ശെന്തു ആകെ വിഷമിച്ച് കിടക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.